എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിയെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ബി എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയും ഹും എന്ന് പറയും. എന്താ പറയാ? ഹും. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാനും നിങ്ങളും അവനും അവളും. ഞാനും അവിടെ പോകും, ഞാനും അവിടെ പോകും, അവളും ഇന്ന് ഇവിടെ വരും, ഞങ്ങളും ഇന്ന് കളിക്കുന്നുണ്ട്. ഇതുപോലെ ഹും എന്ന് പറയുന്ന വേർഡിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമ്മൾ പറയും ബി എന്നാണ് പറയാം. ഇനി ബി എവിടെയാണ് ചേർക്കേണ്ടത്? ഏത് വേർഡിൻ്റെ കൂടെയാണോ ഹും എന്ന സൗണ്ട് വരുന്നത് അവിടെയാണ് നമുക്ക് ബി ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയാണ്, നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, ഞാനും അവിടെ പോവുകയാണ്. ഞാനും അവിടെ പോകുകയാണ്. ഇവിടെ പോവുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് രഹാഹെ രഹിഹെ രഹെ ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹും എന്ന് പറയുന്ന സൗണ്ട് ആരുടെ കൂടെയാണ്? ഞാൻ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെയാണ്, അല്ലേ? അപ്പം ഞാൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? മേ എന്ന് ഉപയോഗിക്കുക. അതുകൊണ്ട് മേൻ്റെ കൂടെ ബി ചേർക്കുക. മേ ബി, മേ ബി ഞാനും, വോ ബി അവനും, തുമ്പി നിങ്ങളും, ഹംബി ഞങ്ങളും. ഓക്കെ, അപ്പം മേ ബി ഞാനും, അവിടെ വഹ, അതുപോലെ പോവുകയാണ് രഹാഹെ രഹിഹെ രഹേ, ജാ രഹാഹും ആണോ? ജാ രഹാഹും. ഇവിടെ ഹും ഉപയോഗിച്ചു, അതിൻ്റെ കാരണം മേ വന്നു ആണല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്തായി? മേ ബി വഹ ജാ രഹാഹും, മേ ബി വഹ ജാ രഹാഹും. ഇതൊരു ഫീമെയിലാണ് പറയുന്നതെങ്കിലോ, ഒരു പെണ്ണാണ് പറയുന്നതെങ്കിലോ, അപ്പം നമുക്ക് എങ്ങനെ പറയണം? മേ ബി വഹ ജാ രഹീഹും, മേ ബി വഹ ജാ രഹീഹും. ഫീമെയിൽ ആണെങ്കിൽ. മെയിൽ ആണെങ്കിലോ, ആണാണെങ്കിലോ, ഒരു ബോയ് ആണെങ്കിലോ കുഴപ്പമില്ല, നോർമലായിട്ട് മേ ബി വഹ ജാ രഹാഹും. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? സിമ്പിളാണ്. മേ ബി വഹ നെഹി ജാ രഹാഹും, മേ ബി വഹ നെഹി ജാ രഹാഹും. മെയിലാണെങ്കിൽ, അതൊരു ഫീമെയിൽ ആണെങ്കിലോ പെണ്ണാണെങ്കിലോ, മേ ബി വഹ നെഹി ജാ രഹീഹും. സിമ്പിൾ. ചോദ്യം ചോദിക്കാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ ക്യാ ചേർത്ത് കഴിഞ്ഞാൽ ചോദ്യമായി. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമതാണ്, അവനും ഇവിടെ വരുന്നുണ്ട്. അവനും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹും എന്ന് പറയുന്ന സൗണ്ട് ആരുടെ കൂടെയാണ്? കണ്ടോ, അവന്റെ കൂടെ അല്ലേ? അപ്പൊ അവന് നമ്മൾ സ്പോക്കൺ ഹിന്ദിയിൽ സാധാരണയായിട്ട് വോ എന്ന് പറയാം. അപ്പൊ നമ്മൾ വോ എഴുതി. അപ്പൊ ഇവിടെ വോന്റെ കൂടെയാണ് നമുക്ക് ബി ചേർക്കേണ്ടത്. വോ ബി അവനും, വോ ബി ഇവിടെ യഹാ വരുന്നുണ്ട്, രഹാഹെ രഹി രഹേ. കണ്ടോ, വോ ബി യഹാ ആ രഹാഹെ, വോ ബി യഹാ ആ രഹാഹെ. അവനും ഇവിടെ വരുന്നുണ്ട്, അവനും ഇവിടെ വരുന്നുണ്ട്. ഇനി അവൾ ഇവിടെ വരുന്നില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവനും ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് നെഗറ്റീവ് പറയണം. നെഗറ്റീവ്, അവനും ഇവിടെ വരുന്നില്ല. എങ്ങനെ പറയാം? വോ ബി യഹാ, വോ ബി യഹാ നെഹി ആ രഹാ ഹെ. വോ ബി യഹാ നെഹി ആ രഹാ ഹെ. ആന എന്ന് പറയുന്ന ക്രിയയുടെ മുന്നിലാണ് നമുക്ക് നെഹി ചേർക്കേണ്ടത്. ഓക്കെ, ക്രിയയുടെ മുന്നിൽ വോ ബി യഹാ നെഹി ആ രഹാ ഹെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ സെന്റൻസ് ആണ്, ഞങ്ങളും ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ കളിക്കും. കളിക്കും ആണോ? കളിക്കും. ഭാവിയല്ലേ? ഗ ഗി ഗെ. എന്താണ്? ഗ ഗി ഗെ. ഇവിടെ നമ്മൾ എന്ത് വെച്ചു? രഹാഹെ രഹിയെ രഹേ. ഇവിടെ ഗ ഗി ഗെ, കളിക്കും, ഫ്യൂച്ചറാണ്. അപ്പോൾ ഇവിടെ ഹും എന്ന് പറഞ്ഞ സൗണ്ട് ആരുടെ കൂടെയാണ്? ഞങ്ങളുടെ കൂടെയാണ്. അപ്പം ഞങ്ങളും, ഞങ്ങൾ എന്ന് പറഞ്ഞ വേർഡിന് ഹിന്ദിയിൽ ഹം എന്ന് പറയും. ഹമ്മിൻ്റെ കൂടെ ബി ചേർത്തോളൂ. ഹംബി, ഞങ്ങളും, ഹംബി. ഇന്ന് രാത്രി ആജ് രാത് കോ, നിങ്ങളുടെ കൂടെ ആപ്കെ സാത്ത്. കളിക്കും, ഖേലേങ്കെ. ഉണ്ടോ? ഇവിടെ എന്താണ്? ഖേലേങ്കെ. ഇവിടെ എന്തുകൊണ്ടാണ് ഖേലേങ്കെ എന്ന് പറഞ്ഞ്? ഖേൽന കളിക്കുക, ഖേലേങ്കെ കളിക്കും. കാരണം ഇവിടെ ഹം എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഖേലേങ്കെ, ഖേലേങ്കെ. ഇനി ഞാൻ പറയാണ്, ഇവിടെ ഹം അല്ല, ഞങ്ങളല്ല. ഞാനാണെങ്കിലോ മേ 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 ബി ആജ് രാത് കോ ആപ്കെ സാത്ത് ഖേലൂങ്ക, ഹൂങ്ക. ഹൂങ്ക എന്ന് പറയും മേ ആണെങ്കിൽ. ഓക്കെ, മേ ആണെങ്കിൽ ഹൂങ്ക എന്ന് പറയും. ഇനി അതല്ല അവനോ അല്ലെങ്കിൽ അവളോ ആണെങ്കിലോ, അവനാണ്, അവൻ. അവനും ആജ്, അവനും ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ കളിക്കും. പറയാം, വോ ബി ആജ് രാത് കോ ആപ്കെ സാത്ത് ഖേലേഗ. ഖേലേ, നോർമൽ ആയിട്ടുള്ള ഖേലേഗ, ഖേലേഗ. ഓക്കെ, അപ്പോൾ ഇവിടെ അഹം പ്ലൂറൽ ഫോം ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് ഖേലേങ്കെ. ഇനി അടുത്താണ് ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. ഞങ്ങളും ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ കളിക്കുന്നില്ല എന്ന് പറയണം. എന്താ പറയാം? സിമ്പിളാണ്. ഹംബി ആജ് രാത് കോ ആപ്കെ സാത്ത് നെഹി ഖേലേങ്കെ. ഹംബി ആജ് രാത് കോ ആപ്കെ സാത്ത് നെഹി ഖേലേങ്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം.
ഇവിടെ മലയാളത്തിൽ ഉച്ചാരം കേട്ടോ കേല്ലെങ്കിൽ. ഇനി അവൾ ഇന്ന് ഇവിടെയും, ഇവിടെയല്ല അവിടെയും, അവൾ ഇന്ന് അവിടെയും പോകും കേട്ടോ. അവൾ ഇന്ന് അവിടെയും പോകും. ഇവിടെ ഹും എന്ന് പറയുന്ന സൗണ്ട് ആരുടെ കൂടെ എന്ന് പറയുമോ? അവളുടെ കൂടെ അല്ല. എവിടെയാണ്? അവിടെ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്ന വേർഡ് ആദ്യം എഴുതിയിട്ട് അതിന് ശേഷമാണ് നമുക്ക് ബി ചേർക്കേണ്ടത്. എവിടെയാണോ ഹും സൗണ്ട് വരുന്നത് അവിടെയാണ് ബി ചേർക്കേണ്ടത്, അത് മറക്കരുത്. എന്ന് പറയാം, എവിടെയാണോ ഹും സൗണ്ട് വരുന്നത് അവിടെയാണ് ബി ചേർക്കുക. ഓക്കെ. അപ്പോൾ അവൾക്ക് എന്താ പറയാ? വോ അല്ലെ. ഇന്ന് ആജ്, അവിടെയും കേട്ടോ. ഇവിടെ അവിടെയും. അപ്പൊ അവിടെ എന്ന് പറയുന്ന വേർഡ് ആദ്യം എഴുതുക വഹാ. ഓക്കെ, വഹാ അല്ലെങ്കിൽ വഹാപ്പർ എന്ന് പറയാം. അതുപോലെ ഉണ്ടോ വഹാബി. വോ ആജ് വഹാബി അല്ലെങ്കിൽ വോ ആജ് വഹാപ്പർ ബി രണ്ടും പറയാം. വഹാപ്പർ, വഹാപ്പേ, വഹാപ്പേ, വഹാപ്പേ ബി. വഹാപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി സ്ട്രോങ് ആയി. ഓക്കെ. വോ ആജ് വഹാബി ജായകി, വഹാബി ജായകി. ഇവിടെ ഗി വന്നു, അതിന് കാരണം ഫ്യൂച്ചറാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്താണ് അവളാണ്, അവളായതുകൊണ്ട് നമ്മൾ ഗി ഉപയോഗിച്ചു. ഇനി അടുത്താണ് നീ ഇപ്പോൾ ഇവിടെയും വരുന്നുണ്ടോ? നീ ഇപ്പോൾ ഇവിടെയും വരുന്നുണ്ടോ? നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ആയതുകൊണ്ട് ഞാൻ അവിടെ ആദ്യം ക്യാ ചേർക്കാണ്. അത് കഴിഞ്ഞിട്ട് നീ, തും, ഇപ്പോൾ എന്താ പറയുക? അബി. ഇവിടെയും, ഇവിടെയും, ഇവിടെ എന്ന് പറയുന്ന വേർഡിന് ശേഷമാണ് ബി ചേർക്കേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ എഴുതി യഹാ, ഇവിടെ, പിന്നെ ബി ചേർത്തു, യഹാ ബി അല്ലെങ്കിൽ യഹാ പർ ബി രണ്ടും പറയാം. വരുന്നുണ്ടോ? ആവുകെ. എന്താണ്? ആവുകെ. ഇവിടെ തും വന്നു അല്ലെ. തും, തും അല്ലെങ്കിൽ ആപ്പ്, ഈ രണ്ട് വേർഡിൻ്റെ കൂടെ തും അതുപോലെ ആപ്പ്, ഈ രണ്ട് വേർഡിൻ്റെ കൂടെ നമ്മൾ ഫ്യൂച്ചറിൽ പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാൻ കഴിയും. ഒന്ന് ഓകെ, ഹോകെ ഉണ്ടാവും. ഹോകെ, ഹോകെ എന്നും പറയാം, അല്ലെങ്കിൽ ഏങ്കെ എന്നും പറയാം. അങ്ങനെ ആയെങ്കെ, ആയെങ്കെ രണ്ടും പറയാം. ക്യാ തും അബി യഹാ ബി ആയെങ്കെ അല്ലെങ്കിൽ ക്യാ തും അബി യഹാ ബി ആവുകെ, രണ്ടും വളരെ കറക്റ്റാണ്. ഓക്കെ, രണ്ടും വളരെ കറക്റ്റാണ്. ഞാൻ നാളെ അതും വാങ്ങും, ഞാൻ നാളെ അതും വാങ്ങും. ഇവിടെ ഹും എന്ന് പറയുന്ന സൗണ്ട് എവിടെയാണ്? അത് എന്ന് പറയുന്ന വേണ്ടി കൂടെയാണ് അല്ലേ. അത്, വോ, പിന്നെ ബി, വോ ബി. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ പറയാ? മേ, നാളെ കൽ, മേ കൽ. അത് വോ, വോന്റെ കൂടെ ബി, വോ ബി. മേ കൽ വോ ബി, വാങ്ങും, വാങ്ങുക. ഖരീദിന, വാങ്ങും. ഖരീദ് ലൂങ്ക അല്ലെങ്കിൽ ഖരീദൂങ്ക. മേ ആണെങ്കിൽ ഹൂങ്ക. അപ്പം എന്തായി? മേ കൽ വോ ബി ഖരീദൂങ്ക അല്ലെങ്കിൽ ഖരീദ് ലൂങ്ക രണ്ടും പറയാവുന്നതാണ്. ഖരീദൂങ്ക അല്ലെങ്കിൽ ഖരീദ് ലൂങ്ക. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? മേ കൽ വോ ബി നെഹി ഖരീദ് ലൂങ്ക. മേ കൽ വോ ബി നെഹി ഖരീദ് ലൂങ്ക അല്ലെങ്കിൽ നെഹി ഖരീദൂങ്ക. ഖരീദൂങ്ക, ഖരീദ് ലൂങ്ക. ഇനി അടുത്താണ് നമ്മുടെ അവസാനത്തെ സെൻറ്റൻസ് ആണ്. അവൾ ഇപ്പോൾ ഇതും കഴിക്കും. അവൾ ഇപ്പോൾ ഇതും കഴിക്കും. അപ്പോൾ ഇവിടെ ഹും എന്ന് പറയുന്ന സൗണ്ട് ആരുടെ കൂടെയാണ്? ഇത് എന്ന് പറയുന്ന വേണ്ട കൂടെയാണ്. അപ്പോൾ അവൾ വോ, ഇപ്പോൾ അബി, ഇത് ഏ. അപ്പോൾ ഏൻ്റെ കൂടെ ബി ചേർക്കുക, ഇതും അല്ലേ. എന്താ? എ ബി. കണ്ടോ? സിമ്പിൾ അല്ലേ? എ ബി. വോ അബി എ ബി ഖായകി. ഖാന, ഖാന കഴിക്കുക. ഓക്കെ. അപ്പോൾ കഴിക്കുമെന്ന് പറയാം, കാവുങ്ക. ഞാനാണെങ്കിലോ മേ കാവുങ്ക. ഇവിടെ അവളല്ലേ, അതുകൊണ്ട് ഖായകി, ഖായകി. വോ അബി ഏ ബി ഖായകി, വോ അബി ഏ ബി ഖായകി. അവൾ ഇതും കഴിക്കും, അവൾ ഇതും കഴിക്കും. അവൾ അതും കഴിക്കും എന്ന് പറയാം. വോ അബി വോ ബി ഖായകി, വോ അബി വോ ബി ഖായകി. അവൾ ഇപ്പോൾ അവിടെയും പോകും, അവൾ ഇപ്പോൾ അവിടെയും പോകും എന്ന് പറയാം. വോ അബി വഹാ പർ ബി ജായേഗി. ഉണ്ടോ? വോ അബി വഹാ പർ ബി ജായേഗി. അവൾ ഇപ്പോൾ ഇവിടെയും വരും, അവൾ ഇപ്പോൾ ഇവിടെയും വരും എന്ന് പറയാം. വോ അബി യഹാ പർ ബി ആയേഗി, വഹാ പർ ബി യഹാ പർ ബി ആയേഗി. യഹാ പർ വഹാ പർ. ഓക്കെ, എങ്ങനെയും പറയാം. ഇനി നിങ്ങളൊരു 4-5 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आपका बहुत बहुत धन्यवाद.